ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു വെറൈറ്റി രീതിയിലൊരു കൊഴുക്കട്ട തയ്യാറാക്കിയാലോ? ശർക്കരയൊന്നുമില്ലാതെ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയാൽ നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമുക്ക് മെയിൻ സാധനം നമ്മുടെ അരിപ്പൊടി. അപ്പോൾ നമുക്ക് അരിപ്പൊടി എടുക്കാം. ഇതിപ്പം 2 പേർക്ക് കഴിക്കാനായിട്ടാണ് നമ്മൾ ഇത്രയും അരിപ്പൊടി എടുത്തത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്രയാണോ അംഗങ്ങൾ അതനുസരിച്ച് വേണം അരിപ്പൊടി എടുക്കാൻ കേട്ടോ. ഞാനിത് ചൂടുവെള്ളത്തിലാട്ടോ കുഴയ്ക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. അരിപ്പൊടി എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിനകത്ത് ചൂടുവെള്ളമാണോ അതോ പച്ചവെള്ളമാണോ കുഴയ്ക്കാനായിട്ട് എടുക്കുന്നതെന്ന്. കാരണം ഞാൻ എടുത്തേക്കുന്ന അരിപ്പൊടിയിൽ മെയിനായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ചൂടുവെള്ളമാണ് വേണ്ടുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചൂടുവെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് തേങ്ങ, പഞ്ചാര, ഏലക്ക ഇതെല്ലാം നമുക്ക് വേണം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ തേങ്ങ കൊത്തി കൊത്തി എടുക്കുന്നത്. അപ്പോൾ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്കയും പഞ്ചാരയും കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ പൊടിച്ചെടുത്ത നമ്മുടെ പഞ്ചാര ഏലക്കയും കൂടി നമുക്ക് ഈ മാവിലിട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമ്മളിതാ ഇതുപോലെ വേണം ഉണ്ടയാക്കി ഉണ്ടയാക്കി നമ്മളിത് എടുക്കണം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഈ മധുരമൊക്കെ കറക്റ്റാണോ നോക്കണം കേട്ടോ. അഥവാ മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടി പഞ്ചാര പൊടിച്ച് ഒന്നും കൂടി നമുക്കതിനകത്ത് ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എടുക്കണം. ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടയാക്കി നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാം ഉണ്ടയാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് തേങ്ങ ഇട്ടപ്പോഴത്തേനും നമ്മൾ ഫുൾ തേങ്ങ ഇട്ടില്ല കേട്ടോ. കുറച്ച് തേങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് പറയാം കേട്ടോ. ഇനി നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതൊന്ന് നല്ല രീതിയിൽ തിളയ്ക്കാനായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി എല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒരു 15 മിനിറ്റ് നമുക്ക് ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മൈദയൊന്ന് കലക്കിയെടുക്കണം. ഞാൻ ഒരു സ്പൂൺ മൈദ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങളും അത്ര എടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ മൈദയൊന്ന് കലക്കിയത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു കുറുകുറുപ്പ് കിട്ടും. നല്ല കുറുകിയ കൊഴുക്കട്ട കിട്ടും നമുക്ക്. അങ്ങനെ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല മണവും വന്നിട്ടുണ്ട് കേട്ടോ, ഏലക്കയുടെയൊക്കെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ചേക്കുന്ന നമ്മുടെ മൈദ ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഈ ജാറ് കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. നമ്മുടെ പഞ്ചാര പൊടിച്ചില്ലേ, അത് കഴുകാതെ തന്നെ നമ്മൾ അതിനകത്ത് തേങ്ങയുടെ പൊടി ഇടുന്നുണ്ട്. അതായത് തേങ്ങാപ്പാലില്ലേ, അതിൻ്റെ പൊടി. അപ്പം അതും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ടെല്ലാം നല്ലപോലെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ലപോലെ തിളച്ച് നമുക്ക് ആ മൈദയെല്ലാം നല്ലതുപോലെ കുറുകി വന്ന്, ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങ, ഞാൻ പറഞ്ഞില്ലേ മാറ്റി വെച്ച തേങ്ങ, അത് നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇങ്ങനെ ഇളക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പൊട്ടിപ്പോകൂലേ എന്നൊക്കെ. അങ്ങനെയൊന്നും ആവത്തില്ല കേട്ടോ. ഇപ്പം നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മളൊന്ന് തേങ്ങാപ്പാലും കൂടി ഒന്ന് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് എളുപ്പമാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.